അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മഹ്ദി ഇമാം എപ്പോഴും നമ്മുടെ ഇടയിൽ ഇറങ്ങി വരാനുള്ള സമയമായിരിക്കുന്നു. ഏത് നേരവും മഹ്ദി ഇമാം വരാനുള്ള സാഹചര്യം ഇന്ന് ഭൂമിയിലുണ്ട്. അന്തൂർ പാപ്പ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലുള്ള സാധ്യ മനുഷ്യൻ. കേട്ടിട്ടില്ലേ അന്തൂർ പാപ്പ? 987 ഒരു വീട്ടിന്റെ ചുമരിൽ കരിക്കട്ട കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് മഹ്ദി ഇമാം ജനിച്ചു കേട്ടോ. 957 33ാമത്തെ വർഷം. നിങ്ങളിന്റെ കൂടെ ഇല്ല, മനസ്സിലായോ? ഇത് കണ്ടവരെ ജീവിച്ചിരിപ്പുണ്ട്. മഹ്ദി ഇമാം ജീവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ചില ആളുകൾക്ക് സംശയം, എന്താ ഇയാളിൽ പറയുന്നത്? അപ്പൊ ഞാൻ അതിന് തെളിവുള്ള പലരും എന്റെ കയ്യിലുണ്ട്. മഹ്ദി ഇമാം ജനിച്ചിട്ടുണ്ട് എന്നതിന് തെളിവായി മഹാനായ വലിയുള്ള അടയാളം പറഞ്ഞ അടയാളങ്ങൾ ഉണ്ട്. അതൊക്കെ കേട്ടവരുമുണ്ട്. 987 ഒരു വീട്ടിന്റെ ചുമരിൽ എഴുതി വെച്ചത്രേ, കരിക്കട്ട കൊണ്ട് എഴുതിയത്രേ. ആരും മഹാനായ എന്താ എഴുതിയത്? മഹ്ദി ഇമാം ജനിച്ചിട്ടുണ്ട്, മഹ്ദി ഇമാം ജനിച്ചിട്ടുണ്ട്. നിന്നെ എനിക്കൊന്ന് കാണിച്ചു തന്നു, ഞാൻ എന്നെ ഒന്ന് നോക്കട്ടെ, ഞാൻ എന്നെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു സയ്യിദ്നാ മൂസ. എന്താ പറയാ? മൂസാ നബിക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. ഇസ്രായേലിലെ സദസ്സിലിട്ട് ചോദ്യം ചെയ്തു മൂസാ നബി, മൂസാ പടച്ചോനെ കാണിച്ചു തരണം. അപ്പോൾ പറഞ്ഞു, കാണിച്ചു തരാൻ പറ്റൂല. നീ കാണണം, നീ കണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, നീ ഒട്ട് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പടച്ചോനെ എങ്ങനെ വിശ്വസിക്കും എന്ന് ഇസ്രായേലിൽ അപ്പൊ കുടുങ്ങി. അപ്പൊ അവരോട് ഞാനെങ്കിലും കണ്ടു എന്നൊന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ച് അത്തവണ മുനാജാത്തിന് വേണ്ടി തുവാമലയുടെ ടോപ്പ് ഓഫ് ദ മൗണ്ടൈനിലേക്ക് ആ തവണ കയറിപ്പോയി സയ്യിദ്നാ മൂസ. അവിടെ പോയി തപസ്സിരിക്കും സയ്യിദ്നാ മൂസ. 8ഉം 10ഉം ദിവസമൊക്കെ അതിന്റെ ടോപ്പ് ഓഫ് ദ മൗണ്ടൈനിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു സയ്യിദ്നാ മൂസ അലൈഹിസ്സലാം. ആ തവണ പോയിട്ട് പറഞ്ഞു, അല്ലാഹ് കാണിച്ചു തരണം. അപ്പോൾ പറഞ്ഞു, ഒരിക്കലും നിനക്ക് എന്നെ കാണാൻ കഴിയൂല. എന്റെ നേരെ ഒരു പ്രകാശം ആ മലയിലേക്ക് വന്നിട്ട് ആ മലക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് എന്നെ കാണാനുള്ള അവസരവും ഉണ്ടാക്കി തരാം. പിന്നെ മൂസാ നബി ആ മലയിൽ അങ്ങനെ നിന്നു. അടുത്ത മലയിലേക്ക് നോക്കി. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. പിന്നെ മലയിലേക്ക് തന്നെ നോക്കി സയ്യിദ്നാ മൂസ അലൈഹിസ്സലാം. നേരെ ഒരു പ്രകാശം, റബ്ബിന്റെ നേരെ ഒരു പ്രകാശം ആ മലയിലേക്ക് വരുന്നതോടുകൂടെ മല പൊട്ടി 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 പൊട്ടിയായി തകർന്നു വരുന്നു. തൊട്ടടുത്ത മലയിൽ നോക്കി നിന്ന സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വീണുപോയി, ബോധരഹിതനായി വീണുപോയി. ബോധരഹിതനായി പിന്നെ തിരിച്ച് ബോധം കിട്ടി എണീക്കുമ്പോൾ പറയുന്നത്, തുബ്തു ഇലൈക വഅന അവ്വലുൽ മുഅ്മിനീൻ. മാപ്പാക്കണം. ഇനി ഞാൻ എന്നെ കാണണമെന്ന് പറയൂല. ഏറ്റവും ആദ്യത്തെ മുഅ്മിനാകാൻ, ഏറ്റവും ആദ്യത്തെ ഖൈറുള്ളവനാകാൻ ഞാൻ ഒരുക്കമാണ് സയ്യിദ്നാ മൂസ. അവരുടെ പ്രശ്നം എല്ലായിടത്തും ഒന്നാണ്. ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിസ്കാരവും നമ്മുടെ നിസ്കാരം വ്യത്യാസമുണ്ട്. ആദം നബി നിസ്കാരവും നമ്മുടെ നിസ്കാരം വ്യത്യാസമുണ്ട്. ഇബ്രാഹിം നബി നിസ്കാരവും നമ്മുടെ നിസ്കാരം വ്യത്യാസമുണ്ട്. അവരുടെ ഹജ്ജും നമ്മുടെ ഹജ്ജും വ്യത്യാസമുണ്ട്. ചിന്തിക്കും. ഒരു വഖ്ത് നിസ്കാരമുള്ളവരുമുണ്ട്, ഒരു വഖ്ത് നിസ്കാരമുള്ള നബിമാരുണ്ട്. അവരാണ് ഭൂരിപക്ഷം. സയ്യിദുനാ ആദം ഒരു വഖ്ത് നിസ്കാരം, സയ്യിദുനാ ഇബ്രാഹിം ഒരു വഖ്ത് നിസ്കാരം, സയ്യിദുനാ സുലൈമാൻ ഒരു വഖ്ത് നിസ്കാരം. ചിന്തിക്കും. നമ്മുടെ നിസ്കാരവും അവരുടെ നിസ്കാരവും വ്യത്യാസമുണ്ട്. അവരുടെ നോമ്പും നമ്മുടെ നോമ്പും വ്യത്യാസമുണ്ട്. സക്കരിയ നബിയോട് നോമ്പ് നോക്കാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ്നാ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് കുഞ്ഞുണ്ടാകുമെന്ന് മലക്കുകൾ കൊണ്ട് പറഞ്ഞപ്പോൾ, പടച്ചോനെ നീ എനിക്ക് അടയാളം കാണിച്ചു തരണം. അപ്പോൾ പറഞ്ഞു, എന്താ നോമ്പ്? മിണ്ടൂല, ഉപവാസം, മൗനവ്രതം. സയ്യിദ്നാ സക്കരിയ ഒരാളോടും മിണ്ടൂല. 3 ദിവസം മിണ്ടൂല, വ്രതം, മൗനവ്രതം. സയ്യിദ്നാ സക്കരിയ ഇദാ ഇഹ്താജ ഇലാ ഷൈഇൻ
യുശീറു ഔ യതകല്ലം ബിർറൂസി ഔ യുശീറു. ഒന്നിരിക്കൽ എന്തെങ്കിലും ഒരു കോഡക്ഷരം പറയും, ഒരു ക്ലൂ, ഒരു കോഡക്ഷരം, ഒരു ആവശ്യം വന്നാൽ ഒരു കോഡക്ഷരം പറയും. അല്ലെങ്കിൽ ആംഗ്യം കാണിക്കും സയ്യിദ്നാ സക്കരിയ, മൗനം മിണ്ടൂല സയ്യിദ്നാ സക്കരിയ അലൈഹിസ്സലാം. അങ്ങനെ ഉണ്ടായ കുഞ്ഞുമോനാണ് യഹ്യ അലൈഹിസ്സലാം. അതേപോലെ തന്നെയാണ് കുട്ടികൾ ഓടരുത്, സദസ്സിന്റെ മുന്നിലൂടെ ഓടരുത്, കുട്ടികളെ പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം, കുട്ടികൾ ഓടരുത്. അങ്ങനെ തന്നെയാണ് മഹദിയായ മറിയം എന്തേ പറഞ്ഞത്? ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഓഹോ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഇന്ന് എനിക്ക് നോമ്പാണ്, അതുകൊണ്ട് മിണ്ടാൻ പറ്റുകയില്ല എന്ന് സയ്യിദുനാ മഹദിയായ സയ്യിദത്തുനാ മറിയം ബീവി ഉറക്കപ്പറ. മറിയം ബീവി, കുട്ടികൾ അടങ്ങിയിരിക്കണേ, കുട്ടികൾ ഓടരുതേ, ശ്രദ്ധിക്കണേ. സദസ്സിന്റെ ഹുർമത്ത് എല്ലാവരും പാലിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കതിൽ സുഖം കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ വിഷയത്തിന്റെ മർമ്മത്തിൽ ആണ് പറയാൻ വേണ്ടി ഇത് പറഞ്ഞത്. ഓടിപ്പോരാൻ അവിടുന്ന്. ഇവരൊക്കെ തമ്മിൽ ആരാധനയിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും യഖീനിൽ ഒരു വ്യത്യാസവും ഇല്ല. ആദം നബിയുടെ യഖീൻ നമുക്കും യഖീൻ. അവർക്ക് ഉറപ്പുള്ളത് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ അവർ മുഅ്മിനാണ്, നമ്മൾ മുഅ്മിനാണ്. അവർക്ക് യഖീനുള്ളത് നമുക്ക് യഖീനില്ലെങ്കിൽ അവർ മുഅ്മിനാണ്, നമ്മൾ മുഅ്മിനാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിസ്കാരം അവർക്ക് ഒരു വഖത്ത്, നമുക്ക് 5 വഖത്ത്. പക്ഷെ അവർക്ക് യഖീനുണ്ട്, നമുക്ക് യഖീൻ ഇല്ലെങ്കിൽ ഒരു വഖത്ത് നിസ്കരിച്ചാൽ അവർ മുഅ്മിനാവും, 5 വഖത്ത് നിസ്കരിച്ചാൽ നമ്മൾ മുഅ്മിനാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്താ മർമ്മം? യഖീൻ. ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ദീനുണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഖുർആൻ യഖീനെ പൊളിച്ചു കളയുന്ന സംശയമാണ്. അതുകൊണ്ടാണ് ഖുർആൻ തുടക്കത്തിലും സംശയത്തെ പാടില്ല എന്ന് പറഞ്ഞു, അവസാനത്തിലും സംശയത്തെ പാടില്ല എന്ന് പറഞ്ഞു. അലിഫ് ലാം മീം മഹാവേദഗ്രന്ഥമില്ല. ഒന്നാമതായി പറയുന്നത് നിസ്കരിക്കണം എന്നല്ല, നോമ്പ് നോക്കണം എന്നല്ല. സംശയം വേണ്ട, സംശയം വേണ്ട, സംശയം വേണ്ട, സംശയം വേണ്ട. ഖുർആൻ ഒരു സൂറത്തും 113 വിശദീകരണ സൂറത്തുണ്ട്. ഖുർആൻ ഒരു സൂറത്താണ് ഫാത്തിഹ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ 114 സൂറത്ത് ഞാൻ പറഞ്ഞാൽ പോരാ, ഒരു സൂറത്തും അത് വിശദീകരിച്ച 113 സൂറത്ത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഖുർആൻ മൊത്തം ഉണ്ട് എന്തിൽ? ഫാത്തിഹ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഖുർആൻ ഒരു സൂറത്തും 113 സൂറത്തും കൂടിയ 114. 114 ഓറലിൽ പറഞ്ഞു പോയാൽ പോരാ, ഒരു സൂറത്തും അത് വിശദീകരിച്ചു കൊണ്ടുള്ള 113 സൂറത്തും അത് കൂടിയാൽ എത്രയായി? അപ്പൊ നമ്മൾ എല്ലാ റക്അത്തിലും ഒരു സൂറത്ത് ഫാത്തിഹ, അത് ഒരു വട്ടം ഖുർആൻ ഓതുമ്പോൾ ഫാത്തിഹ ഒരു വട്ടം ഓതിയാൽ ഖുർആൻ ഒരു വട്ടം ഓതിയത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? ഫാത്തിഹയിലുള്ള ഖുർആനിലുള്ള ഒരു വിഷയവും ഫാത്തിഹയിൽ ഇല്ലാതെയില്ല. ഫാത്തിഹയിൽ പറയുന്ന വിഷയങ്ങളല്ലാതെ 113 സൂറത്ത് വിശദീകരിച്ചിട്ടുമില്ല. ഫാത്തിഹ ആദ്യത്തെ 7 ആയത്ത്. പിന്നെ വിശദീകരണം തുടങ്ങുകയാണ്. അൽ ബഖറയാണ് വിശദീകരണം തുടങ്ങുന്നത്, നാസിൽ അവസാനിക്കുന്നു. ആദ്യമായി വിശദീകരിച്ചത് എന്താ? നിസ്കരിച്ചോളി എന്നല്ല, മൗലിക പ്രമാണങ്ങളിൽ സംശയിക്കരുത്, പിന്നെ നിങ്ങൾക്ക് ദീനുണ്ടാവുകയില്ല. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവസാനിച്ചപ്പോഴും അതന്നെയല്ലേ പറഞ്ഞു? അവസാനിച്ചപ്പോഴും പറഞ്ഞ് നിസ്കരിച്ചോളി നോമ്പോറ്റോളി എന്നല്ല. മലിക്കിന്നാസ് ലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഹൃദയങ്ങളുടെ ഉള്ളിൽ സംശയങ്ങൾ കേറി കൂടിയിട്ട് നിങ്ങളെ നശിപ്പിക്കുന്നത് ശ്രദ്ധിച്ചോളി. അല്ലാഹ് നമ്മളെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
എന്താ പറഞ്ഞ എന്താ ഞാനത്ത് പറഞ്ഞത്? ഹൃദയങ്ങളെ ഉള്ളിൽ പിശാച് സംശയം കയറ്റിയിട്ട് നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിശാചുക്കൾ നിങ്ങളെ ഹൃദയത്തിൽ സംശയം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നശിപ്പിക്കും. പിശാചുക്കൾ രണ്ട് വിഭാഗത്തിലുമുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്. ജിന്നുകളിലും പിശാചുണ്ട്, മനുഷ്യരിലും പിശാച്. ചിലപ്പോൾ ജിന്ന് പിശാച് സംശയം ഉണ്ടാക്കും, ചിലപ്പോൾ മനുഷ്യ പിശാച് സംശയം ഉണ്ടാക്കും. സംശയമുള്ളവർ എല്ലാവരും നരകത്തിൽ പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എത്ര വൃത്തിയാണ് പറഞ്ഞ വർത്താനങ്ങളൊക്കെ, ഏറ്റവും വൃത്തിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ട്. വളരെ ചിന്തിക്കണം. സംശയം വലിയ പ്രശ്നമാണ്. സംശയം ഒക്കെ സംശയം. ഇവിടെ 50 കൊല്ലം മുമ്പ് ഒരു മനുഷ്യന്മാരുണ്ടായിരുന്നു, അവർക്ക് വിവരം കുറവായിരുന്നു, പക്ഷേ സംശയമില്ല, ഒരു കാര്യമില്ല. അവർക്ക് കാര്യങ്ങളൊക്കെ ആവറേജ് അറിയാം, അതൊക്കെ അനുസരിച്ച് അവർ ജീവിക്കും. അവർ കെലിമയും ചെല്ലി നല്ല നിരക്ക് മരിച്ചു ഇല്ലേ? അങ്ങനെ തന്നെ അല്ലേ? പാറ സത്യല്ലേ? ഒരു വിവരമൊന്നുമില്ല, പക്ഷെ സംശയമില്ല. നമുക്ക് ആയത്തറി ഹദീസറി, പക്ഷേ ഒക്കെ സംശയം. എല്ലാം സംശയം, ഒക്കെ സംശയം, എല്ലാം സംശയം. നിസ്കരിച്ച സംശയം, മുമ്പോറ്റ സംശയം, ഖുർആനോദിയ സംശയം, കൂടിയാറിയാൽ സംശയം, പിരിഞ്ഞാൽ സംശയം, ചെയ്താൽ സംശയം, ചെയ്തില്ലെങ്കിൽ സംശയം. ونعلم ما توسوس به نفس ونحن أقرب إليه من حبل الوريد. ഉള്ളിങ്ങനെ വസ്വാസ് മന്ത്രിക്കുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കുക മനുഷ്യരെ. എന്റെ പ്രസംഗത്തിന്റെ 1-ാം ഭാഗം കഴിഞ്ഞു, ഞാൻ 2-ാം ഭാഗത്തേക്ക് കയറി. പ്രസംഗത്തിന്റെ 1-ാം ഖണ്ഡം അവസാനിച്ചു. 1-ാമത്തെ പാരഗ്രാഫാണ്. എന്താ 1-ാം പാരഗ്രാഫ്? ഇത് ആഖിർ സമാനാണ്. ആഖിർ സമാനിൽ ദീനിന്റെ മർമ്മം നഷ്ടപ്പെട്ടു. മനുഷ്യൻ അറിയാതെ കാഫിർ, ഒന്ന് സ്കിൽ കാഫിറായി. നിങ്ങൾ ഇന്റെ കൂടെ വരണം. പഴയ കാലത്ത് നിസ്കരിച്ചിട്ടില്ല, എന്നാലും മുഅ്മിനെ നിസ്കാരത്തിലൊക്കെ കുറച്ച് മുഅ്മിനാവും, പക്ഷെ ഭയങ്കര പഠിച്ചോണ്ട് കൂടി, ഭയങ്കര വിശ്വാസം. ഇന്ന് നിസ്കരിക്കും അല്ലാഹുവിൽ പോയി സംശയം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു നിരീശ്വരവാദിയുടെ പ്രസംഗം അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ പള്ളിയിൽ അസർ നിസ്കരിച്ചു. ഞാൻ തന്നെ ഇമാമത്ത് നിന്ന് ഞാൻ ഇമാമായി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കൂടെ ഉള്ള 10-20 കൊല്ലം മുമ്പാണ് സംഭവം. എന്നോട് പറഞ്ഞു, അങ്ങാടിയിലിറങ്ങി നല്ല ചായ കിട്ടും, നിങ്ങൾ ഇറങ്ങുന്നോ? എനിക്ക് എന്തോ വിഷയമുണ്ട്, പഠിക്കാനോ മറ്റോ ഉണ്ട്. ഇല്ല, നിങ്ങൾ വരുമ്പോൾ ചായ അങ്ങോട്ട് കൊണ്ടുപോയി, ഞാൻ ഇറങ്ങുന്നില്ല. അങ്ങനെ അവര് പള്ളിയിലെ തോക്കുപാത്രം കൊണ്ട് ചായ കുടിക്കും. പിന്നെ അവര് വൈകുന്നേരം വരെ വന്നില്ല. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്ന നേരത്തെ ഓടി ചായ കൊണ്ട്. ഞാൻ ഇപ്പൊ ചായ കിട്ടും എന്റെ ചായക്ക് പുതിയൊക്കെ അവസാനിച്ചു. അപ്പൊ എന്താ വിഷയം? എന്റെ നേരം വൈകിയത്. അപ്പൊ പറഞ്ഞു അവര് നിരീശ്വരവാദിയായ ഫുലാന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, അയാള് അങ്ങാടിയിൽ പ്രസംഗിക്കുന്നുണ്ട്, ഞങ്ങൾ അത് കേട്ടിട്ടുണ്ട്. യഥാ പ്രസംഗം ഉസ്താദേ, ഭയങ്കര പ്രസംഗം അങ്ങനെ കേട്ടാൽ കുറച്ചൊക്കെ അയാൾ പറഞ്ഞിട്ട് കാര്യം തോന്നുന്നുണ്ട്. മനസ്സിലായില്ല? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടാ? ആരാ പ്രസംഗിച്ചത്? നിരീശ്വരവാദി. എന്താ നിരീശ്വരവാദി പ്രസംഗിക്കാം? അള്ളല്ല, അള്ള ഉണ്ടെന്ന് പറഞ്ഞത് കളവാണെന്നാണ് സംഭവം. ഇത് ഒരു പ്രസംഗത്തിന്റെ മനോഹാരിത കേട്ട് നിന്നിട്ട് പിന്നെ അവര് ഓടിക്കളിച്ച് നേരെ വൈകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മഗ്‌രിബിന് പാഞ്ഞു വന്നത്. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ചായ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് 40 ഉസ്താദ് ഞങ്ങൾ പ്രസംഗം കുറച്ച് കേട്ടോയാൽ അതിനും കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുകയാണ്. മനസ്സിലായില്ല? അതായത് അയാളെ പ്രസംഗം കേൾക്കുമ്പോ ബൈ ചാൻസ് അള്ളല്ലെന്ന് തോന്നുന്നുണ്ട്. അതാണല്ലോ പയ്യന്റെ പറയന. മനസ്സിലായില്ല? പ്രസംഗം ഞങ്ങൾ കേട്ടപ്പോ കുറച്ചൊക്കെ അയാൾ പറഞ്ഞിടത്ത് കാര്യമുണ്ടെന്ന് തോന്നിപ്പോയി. ഞാൻ ഒന്നും വേണ്ടിയില്ല. അങ്ങനെ ആലോചിച്ചു. 20 കൊല്ലം ഞാൻ ആലോചിച്ച വിഷയം. പിന്നെ എന്തിനാണ് അവര് മഗ്‌രിബ് നിസ്കരിക്കാൻ വന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. മനസ്സിലായില്ല? കുറച്ചൊക്കെ പറഞ്ഞപ്പോ കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അല്ലാതെ ഇരിക്കാം എന്നാണല്ലോ എന്റെ അർത്ഥം. പിന്നെ എന്തിനാ അവര് ഓടിക്കളിച്ച് ഇന്റെ ചായ വരെ നേരത്തിന് തരാതെ എന്തിനാ നേരം വൈകി മഗ്‌രിബ് നിസ്കരിക്കാൻ പാഞ്ഞു വന്നത് എന്ന് ഞാൻ 20 കൊല്ലം ആലോചിച്ചു. എനിക്ക് കിട്ടിയ ഒരു ഉത്തരം എങ്ങനെയാണ്? ഇവർക്ക് അല്ലാഹുവിൽ ഉറപ്പുണ്ടായതുകൊണ്ടെന്ന് പറഞ്ഞല്ല, ബൈ ചാൻസ് അല്ലാഹു ഉണ്ടെങ്കിലും അവിടുന്ന് കുടുങ്ങണ്ടല്ലോ. മനസ്സിലായില്ല? അല്ലാഹു ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പൊന്നുമില്ല, സ്വർഗം ഉണ്ടെന്ന് ഉറപ്പില്ല, നരകത്തിന് ഉറപ്പില്ല. ഇനി ബൈ ചാൻസ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കണ്ടല്ലോ. നമ്മൾ ഈ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളെ ഒരു പാത്രത്തിൽ കുറച്ച് എന്താ പറയാ അച്ചാറുണ്ട്,
കൂടെയുള്ള അച്ഛനെ കൊണ്ടുപോകുന്ന കമ്പനിക്കാർ പറയും ഇല്ല എല്ലാ സാധനം അവിടെ കിട്ടും, നല്ല ചോറ് കിട്ടും, എല്ലാം കിട്ടും, ഒന്ന് ഇവിടുന്ന് കെട്ടി കൊണ്ടുപോണ്ട. എന്നാലും ഉമ്മ പറയും, അച്ചാറല്ലേ ബൈ ചാൻസ് ഒരു നേരത്തെ കറിയൊന്നും ഇല്ലെങ്കിൽ മനസ്സിലായില്ല, ഉണ്ടെങ്കിലോ ആവശ്യമില്ല. ഇതാണ് നിസ്കരിക്കുന്നവന് പോലും യഖീനുണ്ടാവും. അല്ലാഹു നമുക്കാകട്ടെ. പണ്ടങ്ങനെയല്ല, നിസ്കരിക്കാത്തവനും യഖീനുണ്ട്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ഇന്നത്തെ സ്വാലിഹിനേക്കാൾ നല്ല ആൾ 50 കൊല്ലം മുമ്പുള്ള ഫാസിഖായിരുന്നു. ഒന്നും പുറത്തു പറയണ്ട, എന്റെ അഭിപ്രായം. ഇപ്പോഴത്തെ സ്വാലിഹിന് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹി. നിസ്കാര ടൈമൊക്കെ ഉണ്ടോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിസ്കാര ടൈമിന് വലിയ പണിയൊന്നുമില്ല. അത് ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പായയിലും കാർപ്പറ്റിലും ഒരു 2 ദിവസം നിസ്കരിച്ചാൽ നിസ്കാര ടൈം ആർക്കും അത് വലിയൊരു പണിയുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഗൾഫും മന്തിയും കുഴിമന്തിയും കബർ മന്തിയും ഒക്കെ ആയതുകൊണ്ട് ഇതൊക്കെ തിന്നിട്ട് നമ്മുടെ തടിയൊക്കെ അങ്ങോട്ട് ഒരു പൂത പിടിച്ചതുപോലെയാണ്. ആ നീരൊക്കെ ഉള്ള കെട്ടിയ മുഖം ശരിക്കും നെറ്റി അങ്ങോട്ട് വെച്ചാൽ നീരിന് അങ്ങോട്ട് നിസ്കാര ടൈം വേമ്പുണ്ടാവും. അതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആന്റെ മർമ്മം യഖീനാണ്. അവസാന കാലഘട്ടമാണ് ജനങ്ങളെ, അവസാന കാലഘട്ടമാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മഹ്ദി ഇമാം എപ്പോഴും നമ്മുടെ ഇടയിൽ ഇറങ്ങി വരാനുള്ള സമയമായിരിക്കുന്നു. ഏത് നേരവും മഹ്ദി ഇമാം വരാനുള്ള സാഹചര്യം. അന്തൂർ പാപ്പ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ഒരു സാധ്യ മനുഷ്യൻ. കേട്ടിട്ടില്ലേ അന്തൂർ പാപ്പ? 987 ഒരു വീട്ടിന്റെ ചുമരില് കരിക്കട്ട കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, മഹ്ദി ഇമാം ജനിച്ചു കേട്ടോ. 957 33ാമത്തെ വർഷം. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല, മനസ്സിലായോ? ഇത് കണ്ടവരെ അവിടെ ജീവിച്ചിട്ടുണ്ട്. മഹ്ദി ഇമാം ജീവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ചില ആളുകൾക്ക് സംശയം, എന്താ ഇയാൾ അപ്പൊ ഞാൻ അതിന് തെളിവുള്ള പലരും എന്റെ കയ്യിലുണ്ട്. മഹ്ദി ഇമാം ജനിച്ചിട്ടുണ്ട് എന്നതിന് തെളിവായി മഹാനായ വലിയുള്ള അടയാളം പറഞ്ഞ അടയാളങ്ങൾ ഉണ്ട്. അതൊക്കെ കേട്ടവരുണ്ട്. 987 ഒരു വീട്ടിന്റെ ചുമരിൽ എഴുതി വെച്ചത്ര കരിക്കട്ട കൊണ്ട് എഴുതിയത്ര ആര്? മഹാനായ എന്താ എഴുതിയത്? മഹ്ദി ഇമാം ജനിച്ചിട്ടുണ്ട്, മഹ്ദി ഇമാം ജനിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരെ, മുഅ്മിനീങ്ങളെ, ആഖിർ സമാനാണ്. ആഖിർ സമാനിന്റെ വിഷയം എന്താണ്? വിഷയം ആഖിർ സമാന്റെ വിഷയം ഈമാനിൽ യഖീൻ നഷ്ടപ്പെടുകയാണ്. ചെയ്യുന്നതിൽ മനുഷ്യൻ ഉറപ്പുണ്ടാവുകയില്ല, പറയുന്നതിൽ മനുഷ്യൻ ഉറപ്പുണ്ടാവുകയില്ല, നീതി ഉണ്ടാവുകയില്ല, അമാനം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? നമ്മുടെ യഖീനിൽ നിൽക്കാൻ വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. പല പ്രസംഗങ്ങളും മനുഷ്യന്റെ യഖീൻ നഷ്ടപ്പെടുത്തും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പലതും യഖീൻ നഷ്ടപ്പെട്ടു. വളരെ ചിന്തിക്കണം. ഒരാൾക്ക് വേണ്ടി മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. ഒരാൾ വലിയ മുഅ്ജിസത്ത് എന്തിന്? അയാൾക്ക് യഖീൻ കിട്ടണം. മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ ഒരാളാണ് നബിയോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലേ, നിങ്ങൾ എനിക്ക് ഒരു അത്ഭുതം കാണിച്ചു തരൂ. ഉടനെ മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ എല്ലാം നടക്കുമല്ലോ, ഒരു യഖീന് വേണ്ടിയാ ഒരു അത്ഭുതം കാണിച്ചു തരൂ. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഈ മനുഷ്യനോട് പറഞ്ഞു, ആ മരുഭൂമിയുടെ അങ്ങേ ഭാഗത്ത് നിൽക്കുന്ന മരത്തോട് നീ പോയി പറ, അല്ലാഹുവിന്റെ റസൂൽ മൈതാനിയുടെ അങ്ങേ ഭാഗത്തുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ആ മരം പിന്നെ എന്താണ് ചെയ്യുന്നത് എന്ന് നിനക്ക് കാണാം, അത് നിനക്ക് യഖീന് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇയാൾ നേരെ ആ മരത്തിനടുത്ത് പോയി മരത്തോട് പറഞ്ഞു, മരമേ നിന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട്. ഫലമാ സമിഅ ഇസ്മ റസൂലില്ലാഹ്, ആ ഇസ്മ റസൂലുള്ളാഹ് വാക്ക് കേട്ടപ്പോൾ സാറത്ത് അവസാനഹാ സാജിദ, അതിന്റെ കൊമ്പുകളൊക്കെ താഴത്തേക്ക് ഇങ്ങനെ നിന്നു.
പിന്നെ അത് അങ്ങോട്ടും അടിവലങ്ങി. പിന്നെ അത് സ്വന്തം സ്വയം മണ്ണിൽ എന്ന് പറഞ്ഞു. പിന്നെ ഈ മരം ഹബീബിന്റെ മുന്നിൽ വന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ബുർദ ഇത് പറയുന്നു. ബുർദയിൽ ഹദീസിന്റെ കിതാബിൽ ഇഷ്ടംപോലെ ജാഅത്തിൽ ദഅവതി അശ്ജാറു സാജിദത തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി മൗലാന സല്ലി വസല്ലം على حبيبك خير الخلق كلهم. അങ്ങോട്ടും ആടി വലഞ്ഞ് സ്വയം പറഞ്ഞു ഈ ഒരു മനുഷ്യന് വേണ്ടി ഈ മരം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. നിനക്ക് ഈമാൻ കിട്ടി നബിയേ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു മരത്തിന് പറപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരുത്തി മുഹമ്മദ് മുസ്തഫ. എന്തിന്? ഒരു മനുഷ്യന്റെ യഖീനാണ് ഭയങ്കര വില. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാവുന്നില്ലേ? യഖീൻ നഷ്ടപ്പെട്ട ഇന്നത്തെ വിഷയം പല പ്രസംഗവും മനുഷ്യന്റെ യഖീൻ നഷ്ടപ്പെട്ടു, പല ലേഖനവും യഖീൻ നഷ്ടപ്പെട്ടു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ യഖീൻ ഉണ്ടാക്കുന്നത് എന്താ? സ്വാലിഹീങ്ങളുടെ സാന്നിധ്യം. അതിന് സ്വാലിഹീങ്ങൾ മരിച്ച് തീരുകയും ചിന്തിക്കുന്നു. സുന്നത്ത് ജമാഅത്തിൽ പോലും വിശ്വാസമില്ലാത്ത ചില ആളുകൾ അത്തിപ്പറ്റ മൊയ്തീൻ മുസ്ലിയായ അടുത്ത് പോയി വളരെ വലിയ യഖീനുള്ള സുന്നികളായ ചരിത്രമുണ്ട്. അങ്ങനെ അപൂർവം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരും ഇതാ മരിച്ചു തീരുന്നു. പറഞ്ഞത് മനസ്സിലായില്ലേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു ധാരണ അങ്ങനെ ഞാൻ അപൂർവം അവിടെ ഇവിടെ ഓരോന്നുണ്ട്, അതും കൂടി തീർന്നാൽ കഴിഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ എല്ലാം ഒരുപോലെ ചിന്തിക്കും. പിന്നെല്ലാം ഒരുപോലെയുമായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ മെഡിക്കൽ കോളേജിന്റെ അവിടെ ഒരു രോഗിയെ കാണാൻ വേണ്ടി. അപ്പോൾ ഒരാൾ ഓടിച്ചെന്ന് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ പിന്നെ പ്രസവ കാർഡ് കാണുന്ന പെടയാണ് സ്ഥലം, പ്രസവിക്കുന്നില്ല, വലിയ വിഷമത്തില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന ഡോക്ടർ പറയുന്നത്. ഇവക്ക് വലിയ പേടിയാണ്, എന്താ ചെയ്യാൻ സ്ഥലം. അപ്പൊ പറഞ്ഞു, ഈ ആ പേടി എന്നൊരു വ്യക്തിയിലാണ് വാങ്ങുന്നത്. ഇതൊക്കെ ദൃസാക്ഷികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. കുഞ്ഞിക്കോയിലൊരു മരിച്ചിട്ടില്ല, ഞങ്ങൾക്കൊക്കെ അറിയാം. ആ പേടി എന്നൊരു വ്യക്തിയിൽ വാങ്ങി. അപ്പൊ ഒരു വെറ്റിലെ എന്തോ ആയത്തോ മറ്റോ എന്തോ എഴുതി കൊടുത്തു. അള്ളാഹ് ഇസ്മായിരിക്കാം അല്ലെങ്കിൽ ആയത്തായിരിക്കാം എഴുതി കൊടുത്തു. ഇത് ഭാര്യയുടെ വായിൽ വെച്ചു കൊടുത്തതാണ്. വായിൽ വെച്ചു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു മഹാൻ രോഗിയെ കാണാൻ വന്നിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു, അവര് വെറ്റിലാണെന്നല്ല. അപ്പോൾ പിന്നെ ഡോക്ടർക്ക് ഈ മഹാനെ കാണണം. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ ചിന്തിക്കും. ഇതിപ്പോ ഇന്ന് വേറെ പറഞ്ഞാൽ വേഗം അടുത്ത പറയാം. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജ് നിർത്തിയിട്ട് വെറ്റില കച്ചവടം അവാർഡിന് എന്തേ ചോദിക്കൂലേ? വളരെ ചിന്തിക്കണം. ഒരു വെറ്റില കച്ചവടം ഉണ്ടായാൽ പിന്നെ മെഡിക്കൽ കോളേജിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. എന്തേ പറയില്ലേ? പറയൂലേ? എന്താ സാലിഹ്യങ്ങൾ മരിച്ചു പോകുന്നത്? നിങ്ങൾ മരിച്ചു പോകാൻ കാരണം എന്താ? അവരെ സ്വീകരിക്കുന്ന ജനതയുണ്ടാവും. തീർന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. കൽബ് നമ്മുടെ സംഭവമല്ലേ? ചിന്തിക്കുക. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോയ ഔലിയാക്കന്മാരെത്ര, വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോയ ഔലിയാക്കന്മാരുടെ സാലിഹ്യങ്ങൾ എത്ര കഥകളാണ് പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള സാലിഹ്യങ്ങൾ എമ്പാടും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാലഘട്ടം വന്നാൽ സാലിഹ്യങ്ങൾ മെല്ലെ പോയി തീരും. പിന്നെ ആളുകൾ യഖീൻ ഉണ്ടാവാത്തവരാവും. ദീൻ ഒരു കച്ചവടമായി മാറും. പണ്ഡിതന്മാരെ ഭയപ്പെടുകയുമില്ല, മാന്യന്മാരെ ഭയപ്പെടുകയുമില്ല. മാന്യന്മാരുണ്ടാവില്ല, പണ്ഡിതന്മാരെ സ്വീകരിക്കുകയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ
തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അല്ലാഹുമ്മ ലാ യുദ്രികുനി സമാൻ ലാ യത്ബഉ ഫീഹി അലീം വലാ യസ്തഹിയാ ഫീഹി മിനൽ ഹലീം. പടച്ചവനെ, ഒരു കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ മുഹമ്മദ് മുസ്തഫ. അന്നൊരു മാന്യൻ കാണുമെന്നോ കാണുമല്ലോ, ഒരു മാന്യൻ ഞാൻ ചെയ്തത് മാന്യന്മാരെ അറിഞ്ഞാൽ മോശമല്ലേ എന്നൊരാൾക്ക് ലജ്ജയുണ്ടാവില്ല. അന്നൊരു പണ്ഡിതൻ പറഞ്ഞാൽ സ്വീകരിക്കുകയുമില്ല. അക്കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ പടച്ചോനെ, അതിനു മുമ്പ് ഞാൻ മരിച്ചുകൊട്ടെ മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ പറഞ്ഞു? ഒരു കാലത്ത് ജിന്നെ മരിപ്പിക്കണം പറഞ്ഞു. ഇന്ന് ആലിമീങ്ങൾ പറഞ്ഞാൽ അനുസരിച്ചില്ല. ഒരു ലജ്ജ മനുഷ്യന്മാരുണ്ടാവില്ല. ആരും മനുഷ്യനറിഞ്ഞാൽ മോശമല്ലേ, ലജ്ജയുണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതും വന്നു ചിന്തിക്കുന്നു. അതുകൊണ്ട് ഇത് ഭയാനകമായ കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെ വളരെ പേടിച്ച് ജീവിക്കണം. ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ പരിഹാരമാണുള്ളത്. പരിഹാരം ഫാത്തിഹ തന്നെ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അവിടെ വിടാതെ കൂടണം. അവിടുന്ന് പിടി പോകരുത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളെ പിൻപറ്റുക. നിന്റെ കണ്ണ് കണ്ട ആളുകൾ നിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. നിന്റെ കണ്ണ് കണ്ട സാലിഹ്യങ്ങളുണ്ടല്ലോ. പാണക്കാട് PMS പൂക്കോയ, അല്ലാഹു തആല അവരെ ദർജയിൽ കൊടുക്കട്ടെ. PMS പൂക്കോയ മോശപ്പെട്ട ആളായിരുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഒരു ഹിന്ദുവിനെ, ഒരു മുസ്ലിമിനെ, ഒരു ഹിന്ദുവിനെ, ഒരു ക്രിസ്ത്യാനിയെ, ഒരു നിരീശ്വരവാദിയെ, ഒരു കമ്മ്യൂണിസ്റ്റിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നതിൽ നമുക്ക് പറ്റിയ ഒരാൾ ആരെന്നെയാണ്? പറയ മനുഷ്യ പൂക്കോയന്നെ അല്ലേ? പറയ മനുഷ്യന്മാർ ഇതിനെ കൂടുതൽ ആലോചിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് നമ്മുടെ തൊട്ട് മുന്നിലുള്ള ഒരാൾ, ഈ പൂക്കോയ, ഈ മഹാനായ പൂക്കോയ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് മരിച്ചത്. അപ്പോൾ സുന്നികളെ മാർഗം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഞാൻ കൂടുതൽ അവിടെ സ്റ്റേജും കെട്ടി, ഇവിടെ സ്റ്റേജും കെട്ടി, രണ്ടാളും തർക്കിച്ചു. ആരെ നാവാണെന്നുള്ളത് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? അത്രേ ഉള്ളൂ. അത് ടാൻസൺ കസ്തൂരി, അത് വായു ഗുളിക തളിപ്പറം പങ്ങാടി കുടിക്കുന്നവരെ നിങ്ങൾ സൂക്ഷിക്കുക. വായു ഗുളികന്റെ കറാമത്തുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വായു ഗുളിക വാങ്ങുന്നവർ ഇത് വായുവിന് പരിഹാരമാണ്, വായു ശരിയായി കഴിഞ്ഞാൽ എയ്ഡ്സിന് പരിഹാരമാണ്, ക്യാൻസറിന് പരിഹാരം പറഞ്ഞു കഴിഞ്ഞാൽ വായുവിന്റെ ദുർമേധസ്സാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറഞ്ഞ ആകത്തുക വരിക. ഈ വായു ഗുളിക വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം നശിച്ചു. അപ്പൊ നമ്മളാകട്ടെ മംഗലാപുരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഫാസ്റ്റ് പാസഞ്ചറിൽ പോകുന്ന നേരത്താണ് ഇത് കേൾക്കുന്നത്. അപ്പൊ തൽക്കാലം നമ്മൾ വേഗം ഇറങ്ങി. ബസ് മിസ്സായാലും മതില്ല, വായു ഗുളിക മിസ്സാവണ്ട. മനസ്സിലായോ? വേഗം ഇറങ്ങിയിട്ട് വായു ഗുളിക വാങ്ങി അല്ലെങ്കിൽ 20 കൊടുത്തു. അത് ക്യാൻസറിന് പോയിട്ട് വായുവിന് പോലും പരിഹാരമല്ല. മനസ്സിലായോ? അതിന് തന്നെ ഗ്യാസ് ഉണ്ടാവില്ല. കാരണം ഇത് ഈ വെയിലത്തിട്ട് മാസങ്ങളോളം ഇരിക്കുന്നത് കൊണ്ട് അതിന്റെ ഗ്യാസ് തന്നെ പോയിട്ടുണ്ടാവും. അതിന്റെ ഗ്യാസ് തന്നെ പോയി ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ഗ്യാസ് എങ്ങനെയാണ് ശരിയാക്കുക? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പിന്നെ അത് സംസാരത്തിൽ ഒരു സിഹ്റുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. പൂക്കോയയിൽ ഒരു സിഹ്റുമില്ല, കണ്യത്തിൽ ഒരു സിഹ്റുമില്ല, ശംസുലമയിൽ ഒരു സിഹ്റുമില്ല. അവരൊക്കെ നമ്മളെ സമാൻ കണ്ട ബാഫക്കത്തങ്ങളിൽ ഒരു സിഹ്റുമില്ല. പച്ച മനുഷ്യന്മാരാണ് അല്ലേ? പറയും എന്തിനാ കൂടുതൽ വേഗം പിരിഞ്ഞു പോകാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറുകെ ഓടുക. മനസ്സിലായില്ല? ഞാൻ നേരം വൈകി വന്നത് കൊണ്ട് ഇങ്ങനെ നേരം കറിയല്ല, ഞാൻ നേരെ ഒറ്റ കുറുകെ ഓടുക. ബൈപ്പാസിന്റെ കാലാണ്. പറയും മനുഷ്യന്മാരെ, ഇപ്പോൾ ബൈപ്പാസിന്റെ കാലമായതുകൊണ്ട് ഞാൻ കുറുകെ ഓടാ. അപ്പുറത്തേക്ക് നീ തർക്കിച്ചു പോകണ്ട. തർക്കിച്ചാൽ പലതും പറയും. ചിലർ പറയും ഇവിടെ കെട്ടണം, ചിലർ ഇവിടെ കെട്ടണം. നീ വേറെ ഇവിടെ കെട്ടണം പറഞ്ഞേക്കാം. അവനെ അത് സ്ഥാപിക്കാൻ അവന്റെ നാവ് കൊണ്ട് കഴിയുന്നേക്കാം. പക്ഷെ പൂക്കോയ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ? പൂക്കോയ ഇവിടെ കിട്ടിയിട്ടില്ല, ഇവിടെയും കിട്ടിയിട്ടില്ല. പൂക്കോയ പൂക്കോയ കടലുണ്ടി പുഴയുടെ തീരത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുതമായി ജീവിച്ചിരുന്ന മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫാണ് 37ാമത്തെ പേര് കുട്ടിയായ പാണക്കാട്ട് പൂക്കോയ
അവൻ ഇവിടെ കെട്ടിയിട്ടുമില്ല, അവൻ 20 റക്അത്ത് എട്ടാക്കി ചുരുക്കിയിട്ടില്ല. പൂക്കോയക്കും ബീത്താത്തായിരുന്നു, പൂക്കോയ ബീത്താത്താൻ ജുമഅക്ക് പോയിട്ടുമില്ല. പൂക്കോയ മലയാള പ്രസംഗം മിമ്പറിൽ കയറി പറയുന്ന ജുമഅകളിൽ പങ്കെടുത്തിട്ടുമില്ല. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവണില്ലേ? മനസ്സിലാവണില്ലേ? ഇതിനെ കൂടുതൽ അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മറ്റൊക്കെ കച്ചവടം. നിങ്ങൾ BSNL സിം എടുത്തോളൂ. BSNL പറയും നിങ്ങൾ എന്താ പറയാ, ഐഡിയന്റെ സിം എടുത്തോളൂ. അവർ പറയും നിമിഷങ്ങൾ സംസാരം തുടരൂ എന്ന്. മറ്റേ പറയാ ഡോകോമോ അവർ പറയും, ജിയോ പറയും. ഓരോരുത്തരും അങ്ങനെ ഓരോ കമ്പനി ചെന്നാൽ അവരെ മാത്രമൊക്കെ പറയും. അവര് ഒരു സിം എടുത്തിട്ടില്ലെങ്കിൽ എന്റെ തലനാശാകാൻ എനിക്ക് നടക്കാമെന്ന് മാത്രം. അവരെ സിമ്മിലൊക്കെ കൂടിയാണ് ജീവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു സിമ്മും ഇല്ലാതെ കഴിഞ്ഞു പോയ കുറച്ച് ആൺകുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് പാണക്കാട്ടെ പൂക്കോയന്നെ സിറാത്തുൽ ലദീന. അതേപോലെ അത് ഏതൊരാളോട് ചോദിച്ചു പൂക്കോയ പാപ്പാനെ പറ്റി എന്റെ അഭിപ്രായം എന്ത് എന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ജീവിക്കുന്ന ഏതൊരു ബുദ്ധിയും ബോധമുള്ള മനുഷ്യനോട് പറഞ്ഞാലും അത് നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യന്മാരെ തുടരാനാണ് അള്ളാഹു പറഞ്ഞത് സിറാത്തുൽ ലദീന. അങ്ങനത്തെ മഹത്വമുള്ള ഒരാളും ഇവിടെ പറയുന്ന വേറൊരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാ നമ്മൾ വെറുതെ ഒറിജിനൽ പള്ളർച്ച കിട്ടാണ്ടാവുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റിന് പിന്നാലെ പോകേണ്ട ആവശ്യം? തിന്നാൽ 3.5 മണിക്കൂർ കൊണ്ട് വയറ്റി നോക്കുന്ന ഒറിജിനൽ ഭക്ഷണം ഉണ്ടായിരിക്കവേ 4 ദിവസം മുമ്പ് വെച്ചു തിന്നു കഴിഞ്ഞാൽ പിന്നെ പൊന്തിയിട്ട് ആ പുറത്താക്കണമെങ്കിൽ 15,000 രൂപ കൊടുത്ത് കട്ട് ചെയ്യേണ്ടി ആ ജാതി ഭക്ഷണം തിന്നാൻ പോകേണ്ട ആവശ്യം പറഞ്ഞത് മനസ്സിലായില്ല. തിന്നാൽ എന്ത് വേണം? ഒരു 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ പിടിക്കേണ്ട അടിമ പിടിച്ചിട്ട് 3.5 മണിക്കൂർ കഴിഞ്ഞാൽ വയറ്റിനാണ് ഒറിജിനൽ ഭക്ഷണം.